നമ്മൾ വയനാടിന്റെ തെരഞ്ഞെടുപ്പ് ചിത്രമായിരുന്നു പങ്കുവെച്ചുകൊണ്ടിരുന്നത്. നമ്മൾ വീണ്ടും പി വി ജോഷിലേക്ക് തന്നെ പോവുകയാണ്. ജോഷില പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് വയനാട് വളരെ വലിയ തരത്തിലുള്ള ചർച്ചാ വിഷയമായി മാറുന്ന വേള കൂടിയാണിത്. അപ്പോൾ ജോഷില പറഞ്ഞത് ഈ വയനാട് ഫണ്ട് പിരിവിന്റെ പേരിൽ വെട്ടിലായിരിക്കുന്ന കോൺഗ്രസിനെ കുറിച്ചായിരുന്നു. അവർ വോട്ടർമാരുടെ മുന്നിലേക്ക് എത്തുമ്പോൾ അവർ നേരിടുന്ന ചോദ്യങ്ങളെ കുറിച്ചായിരുന്നു. തീർച്ചയായും സിന്ധൂരി, നമ്മൾ പറഞ്ഞു വന്നിരുന്നത് ഫണ്ട് പിരിവിനെ കുറിച്ച് ആയിരുന്നു. അത് പറഞ്ഞു വന്നപ്പോൾ മറ്റൊരു കാര്യം, ശ്രുതിയുടെ ഈ ഒരു കാര്യം, വീട് വെക്കാമെന്ന് പ്രഖ്യാപിച്ചു, ഞങ്ങൾ വീട് തരുമെന്ന് പ്രഖ്യാപിച്ചു, റീൽസ് ഇറക്കി. അത് കഴിഞ്ഞ MLA, അതായത് ടി സിദ്ദിഖ് MLA ആയിരുന്നു അത്തരത്തിൽ റീൽസൊക്കെ ഇറക്കിയിരുന്നത്. റീൽസ് ഇറക്കിയതിൻ്റെ പിന്നാലെ വന്ന ഈ വിവാദങ്ങൾ, ഇതുവരെ വീട് നിർമ്മിച്ചു കൊടുത്തില്ല ശ്രുതിക്ക് എന്ന് പറഞ്ഞപ്പോൾ ഞാനല്ല സ്പോൺസർമാരാണ് വീട് നിർമ്മിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞത് എന്നുള്ള രീതിയിൽ കൈയൊഴിയുന്ന അവസ്ഥ വന്നു. എന്നാൽ ഇതേ രീതിയിൽ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ താൻ വലിയ നേട്ടങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിദ്യാഭ്യാസം, ഈ മുണ്ടക്കൈ ചുരൽമല ദുരന്തബാധിതരായ കുട്ടികൾക്ക് താൻ വിദ്യാഭ്യാസം കൊടുത്തു, അത് സർക്കാരിന്റെ ഇടപെടലല്ല എന്നുള്ള രീതിയിൽ, താനാണ് അത് ചെയ്തത് എന്നുള്ള രീതിയിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങളും പ്രസംഗങ്ങളുമായിരുന്നു ടി സിദ്ദിഖ് MLA ഇതുവരെ ഈ ഇലക്ഷനിലുടനീളം പ്രസംഗിച്ചിട്ടുണ്ട്. ഒരു വരി പോലും അത് പറയാതെ കടന്നുപോയിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ ഞങ്ങൾ ആരും തന്നെ, ഞങ്ങൾ എന്നുള്ളത് മാധ്യമങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളോ അത് പ്രതിരോധിക്കാൻ ഇറങ്ങിയിട്ടുമില്ല. പക്ഷേ ശ്രുതിയുടെ ഈ കാര്യം വന്നപ്പോഴാണ് മറ്റു കാര്യങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നത്. അതിന്റെ സത്യസന്ധമായ കാര്യങ്ങൾ പുറത്തേക്ക് വരികയാണ്. കോൺഗ്രസ് നടത്തുന്ന ഓരോ പ്രവചനങ്ങളും പ്രഖ്യാപനങ്ങളും ഒക്കെ, അതിലെ കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും ഒക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ടി സിദ്ദിഖ് MLA കാര്യത്തിലും സംഭവിച്ചത്. മലബാർ ഗോൾഡ് പോലുള്ള ആളുകൾ സ്പോൺസർ ചെയ്ത്, കമ്പനികൾ സ്പോൺസർ ചെയ്ത കാര്യം, സാധാരണ ഒരു കമ്പനി ഒരു കാര്യം ദുരന്ത ബാധിതർക്ക് സ്പോൺസർ ചെയ്യുമ്പോൾ ഒന്നുകിൽ സ്ഥലം MLA അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെയോ മന്ത്രിയെയോ സമീപിക്കും. അതേ രീതിയിലാണ് ആ കമ്പനികൾ സ്ഥലം MLA സമീപിച്ചത്. അപ്പോൾ സ്ഥലം MLA ആണ് ഇവർക്ക് ഈ കുട്ടികൾ ഇതേ രീതിയിൽ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടും സ്ഥലം MLA സന്ദർശിച്ചിരുന്നു. അങ്ങനെ ഈ കുട്ടികളുടെ ഇടയിൽ മധ്യവർത്തിയായി നിന്നു എന്നുള്ളതല്ലാതെ സിദ്ദിഖ് സ്വന്തം റിസ്കിൽ ഇങ്ങനെ ഒരു കാര്യമൊന്നും ചെയ്തിട്ടില്ല. MLA എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തനത് ഫണ്ട് ഉപയോഗിച്ചോ ഒന്നും ചെയ്തതല്ല ഈ വിദ്യാഭ്യാസ കാര്യങ്ങളൊന്നും തന്നെ. ഇതൊക്കെ തന്നെ ഇങ്ങനെ സ്പോൺസർഷിപ്പ് ഉണ്ട് എന്ന് മന്ത്രിമാരോടടക്കം ചർച്ച ചെയ്ത്, അല്ലെങ്കിൽ ഈ ഭരണസമിതിയോടടക്കം കളക്ടറേറ്റിലെ ഭരണകൂടത്തോടടക്കം ചർച്ച ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ തന്നെ. അത് എല്ലാ കാര്യങ്ങളിലും സ്പോൺസർഷിപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ദുരന്ത ബാധിതരുടെ വീടുകളിൽ പല സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതിലൊക്കെ സ്പോൺസർഷിപ്പ് ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് പിന്നീട് ഓരോന്നും തൻ്റേതാക്കി മാറ്റുന്ന രീതിയിൽ, ഓരോ സ്പോൺസർമാരെയും തൻ്റേതാക്കി മാറ്റുന്ന രീതിയിൽ, താൻ ചെയ്തു കൊടുക്കുന്ന രീതിയിൽ ടി സിദ്ദിഖ് ഇപ്പോഴും തെരഞ്ഞെടുപ്പിൽ അതൊക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് പ്രസംഗിക്കുകയാണ്, ഞാൻ വിദ്യാഭ്യാസം നൽകി എന്നുള്ളതൊക്കെ തന്നെ. ഇതൊക്കെ എന്നാൽ ശ്രുതിയുടെ കാര്യത്തിൽ സ്പോൺസർമാർ പിന്മാറുകയോ അല്ലെങ്കിൽ ഈ സംഭവത്തിൽ സാധാരണ രീതിയിൽ സ്പോൺസർമാർ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നാലെ നടന്ന് ആ കാര്യം നടക്കുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യേണ്ടത് പോലും MLA ആണ്. അത് ചെയ്തിട്ടില്ല. ഒരു റെസ്പോൺസിബിലിറ്റിയും ഏറ്റെടുക്കാതെ താൻ ഇതൊക്കെ ചെയ്തു കൊടുത്തു എന്ന് പറയുകയല്ലാതെ ടി സിദ്ദിഖ് MLA എന്നുള്ള നിലയിൽ യാതൊന്നും ഇക്കാര്യത്തിലൊന്നും ചെയ്തില്ല എന്നുള്ളതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ശ്രുതിയുടെ കാര്യം. 120 ദിവസത്തിനുള്ളിൽ വീടെടുത്ത് നൽകാമെന്ന് ആശുപത്രിയിൽ നിന്ന് വരുന്ന ആംബുലൻസിൽ നിന്ന് ഇതിന്റെ വീഡിയോ എടുത്തുകൊണ്ട്, ഞാൻ ഇതാ നിങ്ങൾക്ക് വീട് നിർമ്മിക്കുന്നു, നിങ്ങളുടെ വീടിന്റെ പ്ലാൻ ഇതാണ്, നന്നായിട്ടില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് റീൽസ് ഇറക്കിയാണ്. പക്ഷെ ആ റീൽസ് ഉപയോഗിക്കുകയും ചെയ്തിരുന്നു ഇത്രയും കാലം. എന്നാൽ ഇപ്പോൾ ആ വീട് ഇതുവരെ റെഡിയായിട്ടില്ല, 120 ദിവസത്തിനുള്ളിൽ റെഡിയാകുമെന്ന് പറഞ്ഞ വീട് റെഡിയായിട്ടില്ല എന്ന് പരാതി ഉയർന്നപ്പോഴാണ് അത് ഞാനല്ല ഇതിന്റെ ആൾ എന്ന് പറഞ്ഞ് പിന്മാറാനുള്ള ശ്രമം ടി സിദ്ദിഖ് MLA നടത്തിക്കൊണ്ടിരിക്കുന്നത്. ടി സിദ്ദിഖ് MLA വീണ്ടും അധികം വിദഗ്ധമായിട്ടാണ് വീണ്ടും ഈ ഇത്രയും കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞിട്ട് അതെല്ലാം തന്നെ തന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കുവാൻ ഒരു മടിയും കാണിക്കാതെ നിൽക്കുന്നത്. ഇതിനെതിരെയുള്ള പ്രതിഷേധം വളരെ ശക്തമായി വരികയാണ്.